നെറ്റിപ്പട്ടം അഥവാ എലഫന്റ് കപ്പാരിസൺ പൂരങ്ങളിൽ തിടംപേറ്റി നിൽക്കുന്ന ഗജവീരന്മാരുടെ മസ്തകങ്ങൾ മാത്രമല്ല, ഇന്ന് വീടുകളുടെ അകത്തളങ്ങളെ അലങ്കരിക്കാനും വ്യാപകമായി നെറ്റിപ്പട്ടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ചുമരിൽ നെറ്റിപ്പട്ടം തൂക്കുന്നത് വളരെയേറെ ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും നൽകുന്ന ഒന്നാണെന്ന് വാസ്തുശാസ്ത്രവും പറയുന്നുണ്ട്. വീടുകളിൽ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടവും ക്ഷേത്രങ്ങളിൽ ആചാരപരമായി ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടവും തമ്മിൽ കുറേയേറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു നെറ്റിപ്പട്ടം വാങ്ങണമെന്ന ആലോചന വന്നപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതലായി അതെന്താണ് എന്ന് ആദ്യമായി ചിന്തിക്കുന്നത്. അപ്പോഴതിനെപ്പറ്റി കൂടുതലായി പഠിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെക്കുക. നെറ്റിപ്പട്ടങ്ങൾ 3 തരമുണ്ട്: ചൂരൽപ്പൊളി, വണ്ടോട്, നാഗപടം. അപ്പോൾ ഇതിൻ്റെ പേരുകൾ കൊണ്ട് തന്നെ നമുക്കറിയാം. ചൂരൽപ്പൊളി പോലെ ഇരിക്കുന്ന അലങ്കാരം ഉപയോഗിക്കുന്നത്. നാഗപടം, നാഗത്തിൻ്റെ പത്തി പോലെയുള്ള അലങ്കാരം ഉപയോഗിക്കുന്നത്. പിന്നീട് വണ്ടോട്, വണ്ടിൻ്റെ പുറം പോലെ ഇരിക്കുന്ന ആ കാണുന്ന ഭാഗങ്ങളിൽ ഇതിപ്പോൾ ചൂരൽപ്പൊളിയാണ് ആ വട്ടക്കിണ്ണത്തിൻ്റെ ചുറ്റുപാട് ഒട്ടിച്ചിരിക്കുന്നത്. അതിന് ആ ഒട്ടിച്ചിരിക്കുന്ന സാധനങ്ങളുടെ വ്യത്യാസം വെച്ചിട്ടാണ് ചൂരൽപ്പൊളിയാണോ നാഗപടമാണോ വണ്ടോടാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അത് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഞാൻ നെറ്റിപ്പട്ടം വാങ്ങിക്കാനായിട്ട് ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ ഒന്ന് ആദ്യം പോയി നോക്കി. പക്ഷേ അവയുടെയൊക്കെ ഗുണമേന്മയിലൊന്നും എനിക്കത്ര, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെന്ന്. അങ്ങനെ അവസാനം തൃശ്ശൂരിലെ നെറ്റിപ്പട്ടം നിർമ്മിക്കുന്ന ഒരാളെ തന്നെ സമീപിച്ച് അങ്ങനെ നമ്മളുടെ ആവശ്യം പറഞ്ഞ് നിർമ്മിച്ചെടുത്ത നെറ്റിപ്പട്ടമാണ് ഇത്. ഇനി നമുക്ക് നെറ്റിപ്പട്ടത്തെ പരിചയപ്പെടാം. ഏറ്റവും മുകളിലായി സപ്തർഷികൾ, അതിനുശേഷം വശങ്ങളിൽ കാണുന്ന 2 വട്ടക്കിണ്ണങ്ങൾ, ഒന്ന് ലക്ഷ്മി, സരസ്വതി, പാർവതി, പിന്നീട് ത്രിമൂർത്തികളുടെ സങ്കല്പത്തിലാണ് ആ 3 മുഖം. അതിന് താഴേക്ക് ചന്ദ്രകലകൾ, അത് ശിവസങ്കല്പമാണ്. ചന്ദ്രകലകൾ സൈഡിലായി നവഗ്രഹങ്ങൾ, അഷ്ടവസ്തുക്കൾ. ഏറ്റവും താഴെയായി ചന്ദ്രകലകൾക്ക് താഴെ ഏറ്റവും താഴെയായി മൂലഗണപതിയാണ്. മൂലഗണപതിയാണ് നെറ്റിപ്പട്ടം നിർമ്മിക്കുമ്പോൾ ആദ്യം അവർ നിർമ്മിക്കുന്നവർ വെക്കുന്നത് തന്നെ മൂലഗണപതിയാണ് വെച്ചിട്ടാണ് ബാക്കി തുടങ്ങാറുള്ളത്. പിന്നീട് കാണുന്ന ആ കുമ്പളകളും അലങ്കാരങ്ങളും എല്ലാം നക്ഷത്രങ്ങളെ സങ്കല്പിച്ചാണ് വെക്കുന്നത്. കാരണം ഒരു യൂണിവേഴ്സിനെയാണ്, ഈ പ്രപഞ്ചത്തെ തന്നെയാണ് നെറ്റിപ്പട്ടം പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം സങ്കല്പിച്ചാണ് ബാക്കിയുള്ള കുമ്പളകളും അലങ്കാരങ്ങളും എല്ലാം. വശങ്ങളിലെ ഈ നൂലിൻ്റെ കെട്ടുകളൊക്കെ നിറവും ഡിസൈനൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പറഞ്ഞ് ചെയ്യിക്കാം. ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത നിറങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂലുകളിൽ. അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. നേരിട്ട് വെയിലും പുകയും ഒന്നും ഏൽക്കാതെ വേണം നമ്മൾ നെറ്റിപ്പട്ടങ്ങൾ സൂക്ഷിക്കാൻ. മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പൊടി തട്ടി കൊടുത്താൽ മതി, എന്തെങ്കിലും പൊടിയൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലാതെ ഒരിക്കലും നമ്മൾ പൂജാമുറിയിൽ പുകയടിക്കുന്ന സ്ഥലങ്ങളിലൊന്നും തൂക്കരുത്, അതിൻ്റെ നിറം മങ്ങും. നേരിട്ട് വെയിലടിക്കാനും പാടില്ല. അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള നെറ്റിപ്പട്ടമാണെങ്കിൽ വർഷങ്ങളോളം നല്ല രീതിയിൽ ഒരു കുഴപ്പം വരാതെ നമ്മുടെ വീടുകളിലെ ചുമരിൽ അലങ്കാരമായി നെറ്റിപ്പട്ടങ്ങൾ നിലകൊള്ളും. നമ്മുടെ ആവശ്യമനുസരിച്ച് വിവിധ വലിപ്പത്തിൽ നെറ്റിപ്പട്ടങ്ങൾ ലഭ്യമാണ്. 1 അടി മുതൽ 6 അടി വരെയുള്ള നെറ്റിപ്പട്ടങ്ങൾ വീടുകളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 5 അടിയോളം വലിപ്പം വരുന്ന ഒരു നെറ്റിപ്പട്ടമാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ അളവ് പറയുമ്പോൾ അതിൻ്റെ ഗോൾഡൻ ഏരിയയുടെ അളവും താഴെയുള്ള കുഞ്ചലത്തിൻ്റെ ഏറ്റവും നീളം വരെയുള്ള അളവ് വെച്ചിട്ടാണ് അതിൻ്റെ അളവ് നമ്മൾ പറയാറുള്ളത്. അപ്പം സാധാരണ 6 അടിയിലും അതിൽ കൂടുതലും വലിപ്പമുള്ള നെറ്റിപ്പട്ടങ്ങൾ ആനയ്ക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ബുദ്ധമതത്തിൽ നിന്നും അതിൻ്റെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ സംസ്കാരത്തിലേക്ക് കടമെടുത്ത കയറി വന്ന ഒന്നാണ് നെറ്റിപ്പട്ടം. വീട്ടിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഐശ്വര്യം നൽകുന്നതാണ്. കലാമൂല്യവും ദൈവികതയും ഒത്തുചേർന്ന നെറ്റിപ്പട്ടം.